കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചുകൊണ്ട് എങ്ങനെ രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറക്കാം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളതും നമ്മൾ ആരും ഉപയോഗിക്കാത്തതുമായ ഒരു സീക്രട്ടാണ്. ഇതാണ് പ്ലാന്റ് സ്റ്റിറോൾസ്. കൊളസ്റ്റിറോൾ എന്ന് പറയുന്ന പോലെ പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന വളരെ ശക്തമായ ഒരു കൊളസ്ട്രോൾ വിരോധിയായിട്ടുള്ള മറ്റൊരു കൊളസ്ട്രോൾ. പ്ലാന്റ് സ്റ്റിറോളുകൾ കണ്ടാൽ കെമിക്കലി കൊളസ്ട്രോളിനെ പോലെ തന്നെ ഇരിക്കും. അത് കാരണം പ്ലാന്റ് സ്റ്റിറോൾ കഴിക്കുന്ന സമയത്ത് കുടലിൽ വെച്ചിട്ട് യഥാർത്ഥ കൊളസ്ട്രോളുമായി ഇത് മൽപ്പിടുത്തം നടത്തുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ചീത്ത കൊളസ്ട്രോളിന്റെ ആകിരണം പ്ലാന്റ് സ്റ്റിറോളുകൾ കുടലിൽ വെച്ച് തടയുകയാണ്. ചുരുക്കി പറഞ്ഞാൽ പ്ലാന്റ് കൊളസ്ട്രോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെയാണ്. കള്ളനെ വീട്ടിനകത്തേക്ക് കടത്തിവിടാത്ത ശക്തനായ ഒരു സെക്യൂരിറ്റി ഗാർഡ്. പ്ലാന്റ് സ്റ്റിറോളിനെ കുറിച്ച് എത്ര പേർക്കറിയാം? ചീത്ത കൊളസ്ട്രോളായ LDL 8 മുതൽ 15% വരെ അളവ് കുറയ്ക്കാൻ പ്ലാന്റ് സ്റ്റിറോളുകൾ കൊണ്ട് മാത്രം സാധിക്കും. എന്നാലോ 90% ആളുകൾക്കും പ്ലാന്റ് സ്റ്റിറോളിനെ കുറിച്ച് ഒരു അറിവുമില്ല. അതിനൊരു പ്രധാന കാരണം പ്ലാന്റ് സ്റ്റിറോളുകളെ മാർക്കറ്റ് ചെയ്യാൻ ലോബികളൊന്നും തന്നെയില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രധാന ചോദ്യം പ്ലാന്റ് സ്റ്റിറോളുകൾ അടങ്ങിയ ഭക്ഷണം എന്തൊക്കെയാണെന്നുള്ളതായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. നട്സുകൾ, അതിൽ ആൽമണ്ട്, പിസ്റ്റാഷ്യോ, ബദാം, അതുപോലെ അവക്കാഡോ, പിന്നെ ചിയാ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഓട്സ്, ഒലിവ് ഓയിൽ, പയർവർഗ്ഗങ്ങൾ, മിതമായ അളവിലുള്ള ഡാർക്ക് ചോക്ലേറ്റ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഈ ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്ലാന്റ് സ്റ്റിറോളിന്റെ അളവ് വളരെ കുറവായിരിക്കും. പ്ലാന്റ് സ്റ്റിറോളുകൾ കഴിച്ച് ഒരു വ്യക്തിക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദിവസത്തിൽ 2 ഗ്രാം പ്ലാന്റ് സ്റ്റിറോൾ എങ്കിലും കഴിച്ചിരിക്കണം. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ മുൻപേ പറഞ്ഞ ഈ ഭക്ഷണത്തിന് പുറമെ സപ്ലിമെന്റുകളായിട്ട് പ്ലാന്റ് സ്റ്റിറോൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പലപ്പോഴും ഓട്സിന്റെ കൂടെയോ യോഗർട്ടിന്റെ കൂടെയോ സപ്ലിമെന്റ് ആയിട്ട് ഇത് ലഭിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് ഓട്സ് ഉപയോഗിക്കാം, സീഡ്സ് ഉപയോഗിക്കാം, നട്ട്സ് ഉപയോഗിക്കാം, കുക്കിങ്ങിനായിട്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കാം, സ്നാക്സിന്റെ സമയത്ത് ചിപ്സ് ഒക്കെ കഴിക്കുന്നതിന് പകരം നട്ട്സ് കഴിക്കാം. പറ്റുമെങ്കിൽ പ്ലാന്റ് സ്റ്റിറോൾസ് ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഉപയോഗിക്കാം. പ്ലാന്റ് സ്റ്റിറോൾ ശരീരത്തിൽ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്? നമ്മളിൽ ഒരു വ്യക്തി കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് കുടലിനകത്ത് എത്തുക. ഇതേ സമയത്ത് കുടലിനകത്തുള്ള പ്ലാന്റ് സ്റ്റിറോളുകൾ യഥാർത്ഥ കൊളസ്ട്രോളും തമ്മിൽ ഒരു മൽപ്പിടുത്തം നടക്കുകയാണ്, കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതിന് കാരണം പ്ലാന്റ് സ്റ്റിറോൾ യഥാർത്ഥ കൊളസ്ട്രോളിനെ പോലെ തന്നെയാണ്. ശരീരത്തിന് മനസ്സിലാവുന്നില്ല ഏതിനെയാണ് അബ്സോർബ് ചെയ്യേണ്ടത്. അത് കാരണം പ്ലാന്റ് സ്റ്റിറോളുകളെ കൂടുതൽ ആഗിരണം ചെയ്യുകയും ചീത്ത കൊളസ്ട്രോളിനെ ആഗിരണം ചെയ്യാതിരിക്കുകയും ചെയ്യും. അങ്ങനെ കാലക്രമേണ നമ്മുടെ ശരീരത്തിലെ LDL ചീത്ത കൊളസ്ട്രോൾ അതിന്റെ അളവ് കുറഞ്ഞു വരും. LDL കുറയുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെയും സ്ട്രോക്കിന്റെയും സാധ്യത കുറയും. പ്ലാന്റ് സ്റ്റിറോൾ കൊണ്ട് ഏറ്റവും കൂടുതൽ മെച്ചമുള്ളത് മിതമായ അളവിൽ കൊളസ്ട്രോളും LDLും കൂടുതലുള്ള വ്യക്തികൾക്കാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിൻ മരുന്നുകൾ ഉപയോഗിക്കുന്നവർക്ക് മരുന്നിന്റെ ഡോസ് കുറക്കാൻ ഇത് സഹായിച്ചേക്കാം. പക്ഷേ ഇതൊരു മാജിക് ട്രീറ്റ്മെന്റ് അല്ല. പ്ലാന്റ് സ്റ്റിറോൾ മാത്രം വിശ്വസിച്ച് ചികിത്സ എടുക്കാൻ പാടില്ലാത്തവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞവർ, സ്റ്റെന്റ് ഇട്ടവർ, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞവർ, LDL കൊളസ്ട്രോൾ 190 മുകളിലുള്ളവർ, അതുപോലെ തന്നെ ജനിതകപരമായി കൊളസ്ട്രോൾ ഹൈ ഉള്ളവർ, ഇവരൊന്നും പ്ലാന്റ് സ്റ്റിറോളിനെ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകരുത്. പലപ്പോഴും മരുന്ന് ചികിത്സ വേണ്ടി വരും.